നിങ്ങളങ്ങനെ ചോദിച്ചപ്പോ സങ്കടം കാരണം കരഞ്ഞു പോയതാ മാഡം. എന്നെ അങ്ങനെ വിളിക്കണ്ട ചേച്ചി. ഞാൻ നിന്റെ ചേച്ചിയാണെന്ന് എന്നേ ഫിക്സ് ചെയ്തതാ. നീയും അങ്ങനെ ആയിരിക്കണം. എന്തെന്നറിയോ, ഞാനൊരു ഫെവിക്വിക്കിനെ പോലെയാ. ഒരാളോട് ഞാൻ അടുത്താലേ പിന്നെ പിരിക്കാൻ വലിയ കഷ്ടോ. പിരിക്കാനേ പറ്റില്ല. യെസ്, അമ്മേ ചിരിച്ചല്ലോ. ശരി, ഇനി ഒരിക്കലും ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കരുത്. നിനക്കൊരു ചേച്ചിയുണ്ട്. നിന്നെ ആരെങ്കിലും കരയിപ്പിച്ചു എന്നറിഞ്ഞ അവര് വെറുതെ വിടില്ല. മനസ്സിലായോ? താങ്ക്സ് മാഡം. ചേച്ചി എന്താ വിളിക്കാത്തെ? ചേച്ചി. സ്വന്തം ചെറിയമ്മ എന്നൊരു ഭാരമായിട്ടാ കാണുന്നത്. പക്ഷെ ഒരു ബന്ധമില്ലാത്ത ഈ ചേച്ചി ഇങ്ങനെ എന്നോട് സ്നേഹം കാണിക്കുമ്പോ ദൈവത്തിൽ എനിക്കുള്ള വിശ്വാസം വീണ്ടും കൂടുക. ഹലോ ഹലോ ബാഗി. സോ മാറ്റർ എന്താന്ന് വെച്ചാ 2 ദിവസത്തില് എന്റെ വെഡിങ് ആനിവേഴ്സറിയാ. അതുകൊണ്ട് നീയും മൂന്നാറിലേക്ക് വരണം. എന്ത്? മൂന്നാറിലേക്കോ? എന്തോ അടുത്തുള്ള വീട്ടിലെ ഫംഗ്ഷന് വിളിക്കുന്ന പോലെയാണല്ലോ ചേച്ചി വിളിക്കുന്നേ. അതൊന്നും എനിക്കറിയണ്ട. നീ വന്നേ പറ്റൂ. ഇല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡിനെ കൂട്ടി ഞാൻ അങ്ങോട്ടേക്ക് വരും. നാളെ രാവിലെ തന്നെ നിന്റെ തീരുമാനം അറിയിക്കണം. ഓക്കെ, ബൈ. ഹലോ ഹലോ. ആ പെണ്ണിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതൊക്കെ ഓക്കെ. വരില്ലെന്ന് പറഞ്ഞപ്പോ നീ അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞു എന്തിനാ? അവിടെ ഭാഗ്യ ഇത്രയും വിഷമിച്ചിരിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും എങ്ങനെ വിളിക്കാതിരിക്കുന്ന? എന്റെ മനസ്സിലെന്തോ അവൾ ഉറപ്പായിട്ടും വരുമെന്ന് തോന്നുന്നു. യെസ്, വരും. നീ അവളുടെ അടുത്തേക്ക് പോയാ ഞാൻ പിന്നെ ഇവിടെ ആരെയാ കൊല്ലുക? നിന്നെ ഹൈദരാബാദിലേക്കല്ല, ഡയറക്റ്റ് ആയിട്ട് അങ്ങ് മേലോട്ടേക്ക് പറഞ്ഞയക്കാം. ദൈവം തന്ന കുഞ്ഞിന് ദൈവമായിട്ടൊരു ചേച്ചിയെ തന്നു. അപ്പൊ എങ്ങനെയാ, നീ പോകുന്നുണ്ടോ? എന്റെ ഇപ്പോഴത്തെ ബാങ്ക് ബാലൻസും വരുമാനവും വെച്ചിട്ട് ചെറിയമ്മയോട് ഞാൻ മൂന്നാറ് പോകുന്ന കാര്യങ്ങാനും പറഞ്ഞ അവരെന്നെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും. നോക്കാം, എന്താണോ എഴുതിയിരിക്കുന്നത് അതേ നടക്കും. എത്രയായി? 500 രൂപയായി. അയ്യോ, എന്താ ഇത്? വായടച്ച് മര്യാദക്ക് പോയിക്കോണം. വാടാ വാടാ. ഗുഡ് മോർണിംഗ് മാം. ആരാ അത്? എന്താ കുട്ടികളാ ഇത്? എല്ലാരും പഠിക്കേ. ഈ ക്ലാസ്സിലെ ടീച്ചർ ഞാനാ. മോളെ അഞ്ജലി, ക്ലാസ് റൂമിലെ നിന്റെ പെരുമാറ്റത്തിനും ഇവിടെ നീ കാണിക്കുന്ന ഓവർ ആക്ഷനും എക്സാമിലെ നിന്റെ പെർഫോമൻസിനും എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങൾ എന്റെ പാരന്റ്സിനോട് പറയുന്ന കാര്യങ്ങളും എന്നെ പഠിപ്പിക്കുന്ന പാഠങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു മിലിറ്ററി മേജറിന്റെ മകൾക്കുണ്ടാക്കേണ്ട ഒരു ഗുണവും നിനക്കില്ലല്ലോടി. പ്രിൻസിപ്പൾ ആവാനുള്ള ഗുണം നിങ്ങൾക്കുണ്ടെങ്കിൽ എനിക്കും ഉണ്ട്. എന്നിട്ട് എന്നോട് പറയുന്നു എന്താ കണ്ണുരുട്ടി എന്നെ പേടിപ്പിക്കുന്നോ? അപ്പോ കണ്ണ് അടച്ചു വെക്കണോ മാഡം? നീ മിണ്ടാതിരിക്കുന്നതാ നിനക്ക് നല്ലത്. നാളെ നിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് വരുന്നുണ്ട്. മറ്റുള്ളവരുടെ പേപ്പറിലൊക്കെ ഏതെങ്കിലും ഒരു ഗ്രേഡ് ഉണ്ടാവും. പക്ഷെ നിന്റെ റിപ്പോർട്ടിൽ മാത്രം വെറും ആന മുട്ടയായിരിക്കും. അപ്പൊ നമുക്ക് കാണാം നീ എങ്ങനാ നിന്റെ ഡാഡിയുടെ അടുത്തൊന്ന് സൈൻ വാങ്ങിക്കൊണ്ടുവരുന്നതെന്ന്. ആഫ്റ്റർ ഓൾ ഒരു പ്രോഗ്രസ് കാർഡിനെ പേടിക്കോ? ഇതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ പ്ലാൻ പോലെ നടക്കൂ. നാളെ വരെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ഇപ്പൊ തന്നെ നമുക്ക് അങ്ങ് വിളിക്കാം. നിന്റെ ഡാഡിയെ കോൾ ചെയ്. ഡാഡിക്ക് കോൾ ചെയ്യാൻ പറഞ്ഞപ്പോ നീ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുന്നത് എന്തിനാ? നിക്ക് മാം, മാമിനെന്താ വഴക്ക് കേൾക്കുന്നത് ഞാനല്ലേ? നീ വിളിക്കണ്ട, ഞാൻ തന്നെ കോൾ ചെയ്യാം. മാഡം മാഡം പ്ലീസ് വേണ്ട മാഡം.
ഹലോ, മേജർ മഹേന്ദ്രൻ സ്പീക്കിംഗ്. ഹു ഇസ് ദിസ്? ഹായ് സർ, ഐ എം സുന്ദരി, സ്കൂൾ പ്രിൻസിപ്പൽ. നിങ്ങളുടെ ഡോട്ടർ അഞ്ജലിയെ പറ്റി പറയാനാ കോൾ ചെയ്തത്. പറയൂ മാഡം. അഞ്ജലിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അഞ്ജലിക്ക് കുഴപ്പമൊന്നുമില്ല സർ. അവൾ കാരണം ഈ സ്കൂളിനാ കുഴപ്പമുള്ളത്. വാട്ട് ഹാപ്പൻ? സ്കൂളിൽ ടൈമിൽ വരില്ല, ഹോംവർക്ക് ചെയ്യില്ല, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, എക്സാമിന് ഒന്നും എഴുതുന്നതേ ഇല്ല. കുട്ടികളാവുമ്പോ കുറച്ച് കുസൃതിയൊക്കെ കാണില്ലേ? ആ നമ്മൾ വേണം അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ. ഇങ്ങനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാനും ഇതിപ്പോഴും അറിയുന്ന. ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. ആ മാം, ഉം. can I speak to my father? Take it. ഹലോ ഡാഡ്, ഇവിടെയെല്ലാം ഓക്കെ ഡാഡ്. ആ? സ്കൂളിൽ ഞാൻ നോക്കിക്കോളാം, ഡാഡി ബോർഡർ നോക്കിക്കോ. ആ? ഡാഡി എന്നെ പഠിപ്പിച്ച ഡിസിപ്ലിൻ ഞാൻ മാഡത്തിനെ പഠിപ്പിക്കാം. ജയ് ഹിന്ദ് ഡാഡ്. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. ആ? ഇതാ വാങ്ങിച്ചോ മാം. ആ, ഞാനില്ലായിരുന്ന ഈ സ്കൂളിന്റെ അവസ്ഥ എന്തായാലേ. ആ? എല്ലാം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ അഞ്ജലിക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. സർ സർ, അതല്ല സർ. ഹലോ, ഛെ, അല്ല, എന്നോട് സംസാരിച്ചത് നിന്റെ ഡാഡി തന്നെയല്ലേ? ചുമ്മാതിരിക്കും മാഡം. ആ? എന്റെ അമ്മയ്ക്ക് ശബ്ദം മാറ്റി ഡാഡി സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റോ? മാമിന്റെ ക്ലാസ് കഴിഞ്ഞെങ്കിൽ ഞാൻ എന്റെ ക്ലാസ്സിലേക്ക് പൊയ്ക്കോട്ടെ മാഡം. ഞാൻ സ്കൂൾ ഫസ്റ്റിന് വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്ക. പ്ലീസ് ഡോണ്ട് വേസ്റ്റ് മൈ ടൈം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്കൂൾ കഴിഞ്ഞിട്ട് സംസാരിക്കാം. ബൈ മാം. ബൈ. ബൈ. ഇപ്പൊ ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചു? എന്തായിരിക്കും സംഭവിച്ചത്? ശ്ശീ. കോള് വരല്ലേ, കോള് വരല്ലേ, കോള് വരല്ലേ. ആ, വീണ്ടും കോള് വരാത്ത സ്ഥിതിക്കും പ്ലാൻ സക്സസ്. എന്താ എന്താ ഇവിടെ നടക്കുന്നേ? കുട്ടികൾ പഠിക്കുന്നില്ലെന്ന് സ്കൂളിൽ നിന്ന് അവർ ഇങ്ങോട്ട് വിളിച്ച് പറയുമ്പോ നീ ആണെങ്കിൽ അവരെ കബളിപ്പിച്ച് കോളും കട്ട് ചെയ്തു കളഞ്ഞു. കൊച്ചു കുട്ടിയല്ലേ അവള്, ഒരുപാട് പഠിക്കാൻ കൊടുത്താ പിന്നെ എന്ത് ചെയ്യാനാ? ABCD പോലും ഇപ്പോഴാ പഠിച്ചത്. അതിനിടയ്ക്ക് എക്സാം മാർക്സ് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ പേടിപ്പിക്കുക. എന്തൊക്കെയായാലും എന്റെ കുട്ടികൾക്ക് എന്റെ സ്വഭാവം കിട്ടിയിരിക്കുന്നെ. പഠിത്തമൊന്നും വലുതായിട്ട് കിട്ടില്ല. അയ്യോ. മഹി, മഹി, ലഞ്ചിന് എന്താ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോ. മറ്റന്നാൾ അവളുടെ വിവാഹ വാർഷികമാണ്. അതേ ദിവസം തന്നെ അവള് മരണപ്പെടണം. അതിനെന്താ മാഡം, തീർത്ത് കളയാം. സർ, ഇത് റെസ്ട്രിക്റ്റഡ് ഏരിയ അല്ലേ? അവരിവിടെ എന്താ ചെയ്യുന്നത്? കണ്ടിട്ട് ടൂറിസ്റ്റുകാരാണെന്ന് തോന്നുന്നില്ല. സോറി അരുന്ധതി, നിന്റെ ഈ അൽപായുസിന് കാരണം നിന്നോടുള്ള ദേഷ്യമല്ല.
മഹേന്ദ്രനോട് എനിക്കുള്ള പ്രണയമാണ്. അയ്യോ മഹേന്ദ്രൻ, എന്നെ കണ്ടു കാണോ? എന്താ നിനക്ക് വേണ്ടത്? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അരുന്ധതിയെ കൊല്ലാൻ വേണ്ടിട്ടാണോ? അതിനു വേണ്ടിയല്ലേ ആ 3 പേരെ നീ ഇപ്പൊ കണ്ടിട്ട് വരുന്നത്? അവരെ നീ എന്ത് ജോലിയാ ഏൽപ്പിച്ചിട്ട് വന്നത്? അത് സ്റ്റോപ്പ് ഇറ്റ്. ഞാനൊരു സോൾജിയറാണ് മഹേശ്വരി. ശത്രുവിന്റെ കണ്ണ് കാണുമ്പോ അവര് പറയുന്നത് സത്യമാണോ അതോ കള്ളമാണോ എന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഈ ഫാമിലിക്ക് നഷ്ടമാവുന്നത് അരുന്ധതിയെ മാത്രമായിരിക്കില്ല. എന്റെ സന്തോഷത്തെയും അഭിമാനത്തെയും എന്റെ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചറിനെയാണ്. ഒരു തീവ്രവാദിയെ കൊല്ലുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ നീ അരുന്ധതിയുടെ കഴുത്തിൽ കത്തി വച്ച് ഭീഷണിപ്പെടുത്തിയപ്പോ കത്തിയുടെ മുന്നിൽ നിൽക്കുന്ന എന്റെ അരുന്ധതിയുടെ സുരക്ഷ മാത്രമാണ് ഞാൻ നോക്കിയത്. അന്ന് ഞാൻ മൗനം പാലിച്ചു. ഞാനന്ന് ഷൂട്ട് ചെയ്യാതെ ക്ഷമിച്ചത് കൊണ്ട് മാത്രമാണ് നീ എന്റെ മുന്നിൽ നിൽക്കുന്നത്. അല്ലായിരുന്നെങ്കിലുണ്ടല്ലോ നിന്നെ ഞാൻ. അല്ല, അരുന്ധതിയെ നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ മഹേന്ദ്ര? രാജ്യസ്നേഹിയായ ഒരാളെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ പ്രണയം മാത്രം ഉണ്ടായാൽ പോരാ മഹേശ്വരി. എന്നെ എന്തിനാ പ്രണയിച്ചെന്ന് ഞാൻ അരുന്ധതിയോട് ചോദിച്ചപ്പോ രാജ്യത്തെ നിങ്ങൾ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ എന്റെ കുടുംബത്തെ നിങ്ങൾ എന്തുമാത്രം സ്നേഹിക്കുന്ന എന്നോട് ചോദിച്ചത്. ഒരു സോൾജിയറിനെ മനസ്സറിഞ്ഞ് പ്രണയിക്കണമെന്നുണ്ടെങ്കിൽ മരണം എപ്പോ വാതിൽക്കൽ മുട്ടുമെന്ന് അറിയാതെ തന്നെ ദിവസവും ഭയന്ന് ജീവിക്കണം. എനിക്ക് വേണ്ടി എന്റെ അരുന്ധതി ചിരിച്ചോണ്ടാണ് അത് അക്സെപ്റ്റ് ചെയ്തത്. ആർക്കാണ് കിട്ടുക ഇത്രയും നല്ലൊരു ഭാര്യ? അങ്ങനെയാണെങ്കിൽ പിന്നെ മഹേന്ദ്രൻ എന്തുകൊണ്ടാ കുട്ടികളുടെ അടുത്ത് സ്നേഹം കാണിക്കാൻ മടിക്കുന്നേ? എന്തിനാ അവരെ ഇങ്ങനെ അകറ്റി നിർത്തിയേക്കുന്നേ? എന്തുകൊണ്ടെന്ന് വെച്ചാ എനിക്ക് എന്റെ മക്കളോടുള്ള സ്നേഹം അവരെ സ്വാധീനിക്കാതിരിക്കാൻ വേണ്ടി നടുവിൽ ഡിസിപ്ലിൻ എന്നൊരു മതില് ഞങ്ങൾക്കിടയിൽ ഞാൻ കെട്ടിവെച്ചിരിക്കുക. അഥവാ എനിക്കെന്തെങ്കിലും സംഭവിച്ചാ അവരുടെ ജീവിതം ഇരുൾ മൂടാതിരിക്കാൻ വേണ്ടിയാ. എന്റെ ആബ്സെൻസ് അവരെ വിഷമിപ്പിക്കരുതെന്ന് കരുതിയിട്ടാ എന്റെ സ്നേഹം ഞാൻ അവരിൽ നിന്ന് മറച്ചു വെക്കുന്നത്. അവരെന്റെ കുട്ടികളാ മഹേശ്വരി. അവരുടെ മേലെ സ്നേഹം മാത്രമല്ല എന്റെ ജീവൻ ഞാൻ വച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന അവസ്ഥ എന്താണെന്ന് നിനക്കറിയോ? സ്നേഹം ഉണ്ടായിട്ടും അത് പ്രകടിപ്പിക്കാൻ കഴിയാത്തതാ. ഞാൻ ആർമിയിൽ ജോയിൻ ചെയ്തപ്പോഴേ എനിക്കറിയാമായിരുന്നു ഏതോ ഒരു ബുള്ളറ്റില് എന്റെ പേരും എഴുതിയിട്ടുണ്ടെന്ന്. എന്നെങ്കിലും ഒരു ദിവസം ആ ബുള്ളറ്റ് എന്റെ ജീവൻ എടുക്കും. എന്നിരുന്നാലും ഞാൻ ഇപ്പോഴും ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്റെ അരുന്ധതി എന്റെ കുടുംബം നന്നായിട്ട് നോക്കുമെന്നുള്ള വിശ്വാസത്തിലാ. ഒരു ഫ്രണ്ടായി നീ എങ്ങനെയാണോ വന്നത് അതേപോലെ തിരിച്ചു പോയേക്കാം. അവളുടെ സ്വപ്നത്തിൽ വന്ന നീലക്കുറിഞ്ഞി പൂവിന് വേണ്ടി അവൾ നിന്നോട് ഹെൽപ്പ് ചോദിച്ചിട്ട് നീ ആവശ്യമില്ലാത്തവരോടൊക്കെ ചോദിച്ച് എന്നിട്ട് ആ വിവരം അവളോട് പറഞ്ഞ് വെറുതെ അവളുടെ ജീവൻ അപകടത്തിലാക്കരുത്. ഒന്ന് മനസ്സിലാക്ക. പ്ലീസ്.
അരുന്ധതിയോട് നിനക്കുള്ള പ്രണയം കാണുമ്പോഴാണ് നിന്നോട് പ്രണയവും അവളോട് ദേഷ്യവും രണ്ടും എനിക്ക് കൂടി വരുന്നത്. ആ ശിവന്റെ കഴുത്തിൽ വിഷം വെച്ചിരിക്കുന്നത് പോലെ നിന്നോടുള്ള പ്രണയം എന്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുകയാണ് മഹേന്ദ്ര. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നിന്നോടുള്ള എന്റെ പ്രണയമാണ്. നിന്റെ ഭാര്യയായി ഒരു നിമിഷമെങ്കിലും ജീവിക്കാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ ഞാൻ കാത്തിരിക്കും. അതിനി എന്ത് തടസ്സങ്ങളുണ്ടായാലും ഞാൻ നിന്നെ എന്റെ സ്വന്തമാക്കിയിരിക്കും. ഗുഡ് മോർണിംഗ് കരുണ. ലേറ്റ് ആയി, ഞാൻ കേറട്ടെ. ക്യാൻറ്റീനിലേക്ക് പോയി കോഫി കുടിച്ച് സംസാരിക്കാൻ വാ. എന്താടി പ്രോഗ്രാമിന് ലേറ്റ് ആവും പറയുമ്പോ ക്യാൻറ്റീനിൽ പോയിട്ട് കോഫി കുടിക്കാന്നാണോ നീ പറയുന്നത്? ഹലോ, ഐ ആം യുവർ ഫേവറേറ്റ് ആർജെ മാധുരി. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മുടെ ഫസ്റ്റ് ലക്കി കോൾ ആരാണെന്ന് നോക്കാം. കരുണ, അത് എന്റെ സ്ലോട്ട് അല്ലേ? ഇത് മാധുരിക്ക് എങ്ങനെ കിട്ടി? അതാ താഴെ ക്യാൻറ്റീനിൽ പോയി സംസാരിക്കാന്ന് പറഞ്ഞത്. ഇതാ ഗണേശന്റെ പണി തന്നെയാ. ഭാഗി ഭാഗി ഗുഡ് മോർണിംഗ് ഗ്രേറ്റ് ആർജെ ഭാഗി മാഡം. ഓപ്സ് സോറി, എക്സ് ആർജെ. എന്നോട് പറയാതെ എന്റെ സ്ലോട്ട് വേറൊരാൾക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? എന്റെ പൊന്നു ഭാഗി, നിന്നെ ജോലിന്നെടുത്ത് കളയാൻ നിന്നോട് എന്തിനാടി ചോദിക്കുന്നത്? അല്ല കരുണ, നീ ഇവളോട് കാര്യം പറഞ്ഞില്ലേ? എന്തിന്? എന്തിനാണെന്ന് നിനക്ക് തന്നെ അറിയാലോ. പവറുള്ള ആൾക്കാരോട് കളിച്ചാലേ റിസൾട്ട് എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. നീ 2 മിനിറ്റ്സ് ലേറ്റ് ആയിട്ടാ വന്നത് ഭാഗി. സോ നിന്നേക്കാൾ പ്രശസ്തിയും നിന്നേക്കാളും 10 മടങ്ങ് സുന്ദരിയുമായ മാധുരി എന്റെ കൂടെ ലോങ് ഡ്രൈവ് വരാൻ തയ്യാറായപ്പോ അവളെ ഞാൻ ഇവിടെ അപ്പോയിന്റ് ചെയ്തു. ഞാൻ ഹെഡ് ഓഫീസിൽ ചെന്നിട്ട് നേരിട്ട് സംസാരിച്ചോളാം. എന്താ ഭാഗി ഇത്? കൊച്ചു പിള്ളേരെ പോലെ പെരുമാറുന്ന എന്നെ തല്ലിയെന്നും പറഞ്ഞ് ടീച്ചറോട് കംപ്ലൈന്റ് പറയുന്ന പോലുണ്ട. നിന്നെ ഇവിടെയുള്ള എല്ലാ സൈഡിൽ നിന്നും ഞാൻ ലോക്ക് ചെയ്തിരിക്കുക. ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യാന്ന് പറയേ. നിന്റെ ജോബ് സ്ലോട്ട് എന്റെ കാറിന്റെ തൊട്ടടുത്ത സീറ്റ് എല്ലാം നിനക്കുള്ളതായിരിക്കും. നിനക്കെന്തോ ഭ്രാന്തായോ? ഓഫീസ് ഒന്നും നോക്കാതെ തല്ലാൻ പോകുന്നു. തല്ലിയാ മാത്രം പോരാ, ഇങ്ങനെയുള്ളവന്മാരെ കൊന്നിട്ട് ജയിലിൽ പോയാലും കുഴപ്പമില്ല. അയ്യോ ഝാൻസി റാണി, ആദ്യം നീ കൂളാക്. ക്യാൻറ്റീനിൽ പോയി ഇരുന്ന് സംസാരിക്കാം. ആർക്കും ഒരു വിവരമില്ല, എല്ലാം അവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ആരോ ഇത് കുറച്ച് കൂടുതലല്ലേ? അതെ, കുറച്ച് കൂടുതലാ. പാവം ഭാഗ്യ എന്ത് തെറ്റ് ചെയ്തിട്ടാ ആ സ്ഥാനത്ത് വേറൊരാളെ ഇരുത്തിയത്? അത് അവരുടെ ഇഷ്ടമല്ലേ? അവർക്ക് ആരെ വേണമെങ്കിലും മാറ്റാം. മുൻപരിചയം പോലും ഇല്ലാത്തൊരു പെണ്ണിനെ പറ്റി നീ എന്തിനാ ഇത്രയധികം ഫീൽ ചെയ്യുന്നേ? അവളുടെ ജോലി പോയതിന് നീ എന്തിനാ ടെൻഷൻ ആവുന്നേ? നീ ആവശ്യമില്ലാതെ ഒരുപാട് ആലോചിച്ച് കൂട്ടുന്നുണ്ട്. ചേച്ചി 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 ചേച്ചി, അയ്യോ എന്തിനാടാ കിടന്ന് നിലവിളിക്കുന്നേ? ഞാൻ പറയാൻ പോകുന്ന കേട്ടാ ചേച്ചി ഞെട്ടും. എന്താന്ന് പറയാ അങ്ങോട്ട്. നിങ്ങൾ പ്രസവിക്കാത്ത നിങ്ങളുടെ മോളുടെ ജോലി നഷ്ടപ്പെട്ടെന്ന്. എന്തൊക്കെയാടാ നീ പറയുന്നേ? നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞേ? FM-ൽ വേറൊരാളുടെ ശബ്ദം കേട്ടാ അവളുടെ ജോലി പോയെന്നല്ലേ അതിനർത്ഥം. എന്റെ ദൈവമേ, ജോലി പോയെന്ന് വെച്ചാ ഇയാളുടെ ചുമ എങ്ങനെയാ നിർത്തുന്നത്? നിന്റെ വയറെങ്ങനെയാ ഞാൻ നിറയ്ക്കണ്ടേ? എന്റെ ആവശ്യങ്ങൾക്ക് കാശ് ആര് തരും? അവസാനിച്ചു, എല്ലാം അവസാനിച്ചു. നമ്മൾ ഇനി നശിച്ച് നാറാണക്കല്ലാവും. വെറുതെ അനാവശ്യം പറയല്ലേ. ഈ മനുഷ്യനെ കൊണ്ട് എന്റെ തലയിലെടുത്ത്. ചേച്ചി, ഇനി എന്റെ അവസ്ഥ എന്തായിരിക്കും? നീ ഒന്ന് മിണ്ടാതിരിക്കേ. ഇത് അച്ഛനാണല്ലോ വിളിക്കുന്നേ. നീ ചെയ്യുന്ന ജോലി നാട് മുഴുവനും കേൾക്കുന്നതായതുകൊണ്ട് നിന്റെ ജോലി പോയ കാര്യം നമ്മളെ വിളിച്ച് പറയണമെന്നില്ല. അച്ഛാ, എന്തെങ്കിലും കഴിച്ചോ മോളെ?
അച്ഛൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മരുന്ന് കഴിച്ചോ? ഞാൻ കഴിച്ചു മോളെ. അച്ഛാ, അത് പിന്നെ എനിക്കെന്റെ ജോലി പോയി. പോയത് പോട്ടെ മോളെ. ഹൈദരാബാദിൽ ഈ ഒരു ജോലി മാത്രമേ ഉള്ളൂ. ഈ ജോലി അല്ലെങ്കിൽ മറ്റൊരു ജോലി. പിന്നെ ഇതൊരു പാർട്ട് ടൈം ജോലി അല്ലായിരുന്നു. ഫുൾ ടൈം ജോബിന് വേണ്ടി ട്രൈ ചെയ്യുകയാണെന്ന് നീ പറഞ്ഞില്ലേ? ആ ജോലി കിട്ടുന്നതിന് വേണ്ടിയാ മോളെ ദൈവം ഈ ജോലി നിന്നിൽ നിന്നും പിടിച്ചു വാങ്ങിയത്. ജോലിയെ പറ്റിയല്ല അച്ഛാ, മരുന്നിനും വീട്ടുചെലവിനും ഒക്കെ എന്ത് ചെയ്യുന്നു ആലോചിക്കുമ്പോഴാ. ഹലോ അച്ഛാ. മോളെ, എന്റെ ചുമ എപ്പോഴേ കുറഞ്ഞതാ മോളെ. നിന്റെ ജോലിയോടൊപ്പം എന്റെ ചുമയും പോയെന്നാ തോന്നുന്നത്. നോക്ക്, ഇത്രയും നേരം നിന്നോട് സംസാരിച്ചിട്ട് ഞാൻ ചുമച്ചില്ലല്ലോ. മോളെ പാറു, ഇക്കാര്യം ഒന്നും മനസ്സിൽ വെച്ചിട്ട് നിന്റെ ആരോഗ്യം കളയരുത്. സമയത്തിന് ഭക്ഷണം കഴിക്കുക. ശരി അച്ഛാ, ആരോഗ്യം നോക്കണേ. ബൈ. ശരി മോളെ, ഞാൻ പിന്നെ വിളിക്കാം. വീട്ടിൽ പോയ ചെറിയമ്മയുടെ ടോർച്ചർ, ഇവിടെ ഈ വൃത്തിയായിട്ടവന്റെ ശല്യം. സത്യമായിട്ടും എനിക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാ മതി എന്നാ തോന്നുന്നത്. എങ്ങോട്ട് പോകുന്ന? ആ, നിന്റെ ആ ഫാൻ ഉണ്ടല്ലോ, അത് തന്നെ, ആ മൂന്നാറിലുള്ള ഫാൻ. നിന്നെ അങ്ങോട്ട് ചെല്ലാൻ വിളിച്ചതല്ലേ? നീ വെറുതെ ഒന്ന് പോയിട്ട് വാ. കഴിക്കാനായിട്ട് ആഹാരം ഇല്ല മരുമകനെന്ന് പറയുമ്പോ ശരി, അതവിടെ നിക്കട്ടെ അമ്മായി. എന്റെ മീശയിലെ തടവാൻ വെളിച്ചെണ്ണ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള പഴഞ്ചൊല്ല അറിയില്ലേ? അതുപോലെ ഉണ്ട് ഇപ്പൊ നീ ചോദിച്ചത്. ഫ്ലൈറ്റ് ടിക്കറ്റ് അത് ഇതെന്ന് എത്ര ചെലവാവും അറിയില്ലേ? ആ പറഞ്ഞതും ശരിയാ. എന്തു പറ്റിയടി? ഫ്ലൈറ്റ് ടിക്കറ്റ് ഡി. ഫ്ലൈറ്റ് ടിക്കറ്റ്സോ? ആ, എന്റെ ദൈവമേ, നീ എന്താ ഭാഗ്യദേവതയെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ടോ? ടിക്കറ്റിന്റെ കാര്യം പറഞ്ഞ ഉടനെ ടിക്കറ്റ് നിനക്ക് കിട്ടിയല്ലോ. ഹലോ. ഹലോ ഭാഗി, ടിക്കറ്റ് കിട്ടിയായിരുന്നോ? ചേച്ചി എന്തിനാ ടിക്കറ്റ് ബുക്ക് ചെയ്തേ? കാരണം ഇന്ന് പ്രോഗ്രാമിന് ഭാഗ്യയുടെ ശബ്ദം കേട്ടില്ലല്ലോ. നിന്നെ പോലെ കഴിവുള്ള ഒരാളെ ഇത്ര പെട്ടെന്ന് മാറ്റിയെങ്കിൽ തെറ്റ് നിന്റെ ഭാഗത്തായിരിക്കില്ല. വിഷമിച്ചിരിക്കാന്നറിയാം. ഇവിടെ വന്ന് കുറച്ചുനാള് സന്തോഷത്തോടെ നിന്ന് തിരിച്ചു പോകാലെന്ന് കരുതിയിട്ടാ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തേ.